ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണി കമ്പനിയുടെ GR8 എന്ന മോഡൽ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പഴയ മോഡൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ കുറവ് കാരണം നേരത്തെ തന്നെ USB ബോർഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. USB ബോർഡ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായുള്ള സപ്ലൈ എല്ലാം സെറ്റിൻ്റെ അകത്തു നിന്ന് തന്നെ സോൾഡർ ചെയ്തെടുത്തിരിക്കുകയാണ്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവുമില്ലാത്ത അവസ്ഥയിലാണ് ഈ സെറ്റ് സർവീസിന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. അതിനായി നമുക്ക് ഈ സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. ഈ സ്ട്രിപ്പുകളെല്ലാം ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോണി കമ്പനിയുടെ കുറച്ച് പഴക്കമുള്ള സെറ്റുകളിൽ ഇതുപോലെ സ്ട്രിപ്പ് ഊരി കഴിഞ്ഞാലും ബാക്കിയുള്ള ഫംഗ്ഷനുകൾ വർക്ക് ചെയ്യും. അവസാനം ഇറങ്ങിയ മോഡലുകളിലാണ് എറർ കോഡ് എല്ലാം വരുന്നത്. ഈ മോഡൽ സെറ്റുകളിൽ അങ്ങനെ ഒരു എറർ കോഡ് കംപ്ലൈൻറ്റ് വരാറില്ല. ഈ സെറ്റിൽ പവർ സപ്ലൈക്ക് വേണ്ടി ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവുമില്ലാത്ത സെറ്റുകളിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പവർ സപ്ലൈ ആണ്. ട്രാൻസ്ഫോമറിലേക്കുള്ള സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് ഫ്യൂസും ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഫ്യൂസും എല്ലാം ഡാമേജ് ആയിരിക്കുകയാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഫ്യൂസാണ് ഡാമേജ് ആയി പോവാറ്. ഇതിങ്ങനെ രണ്ട് സൈഡിലും ഫ്യൂസ് ഡാമേജ് ആയി പോയത് എന്താണെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ സെലക്ടർ സ്വിച്ച് കറക്റ്റായിട്ടല്ല ഇട്ടിരിക്കുന്നത്. ഈ സെറ്റിൻ്റെ സെലക്ടർ സ്വിച്ച് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. 110 വോൾട്ട് തൊട്ട് 120 വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിലും 220 വോൾട്ട് മുതൽ 240 വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന വൈൻഡിങ്ങുമാണ് ഈ ട്രാൻസ്ഫോമറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റി വോൾട്ടേജ് വരുന്നത് 230 വോൾട്ടിലാണ്. 230 വോൾട്ടേജ് കൊടുക്കുകയും 110-ലായിരുന്നു ഈ സെറ്റിന് സെലക്ടർ സ്വിച്ച് കടന്നിരുന്നതും. അതുകൊണ്ടാണ് ഇങ്ങനെ കംപ്ലൈൻ്റ് ആയത്. കംപ്ലൈൻ്റായ ഫ്യൂസുകൾ മാറിയപ്പോൾ തന്നെ സെറ്റ് ഓണായി, പക്ഷേ സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഈ സെറ്റിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ റിലേ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ സ്പീക്കർ ഔട്ടിൽ വരുന്ന വോൾട്ടേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെ സ്പീക്കർ ഔട്ടിൽ വോൾട്ടേജ് വരുന്നതിന് പ്രധാന കാരണം ഈ സെറ്റിൻ്റെ STK കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ റിലേ വർക്ക് ചെയ്യാത്തതിന് പ്രധാന കാരണം ഈ വോൾട്ടേജ് വന്നിരിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ ബോർഡ് ഓപ്പൺ ചെയ്തെടുക്കാം. ഒരു STK ആണ് ഈ സെറ്റിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. 4211 STK ആണ് ഈ സെറ്റിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് പഴയ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ ബോർഡിലെല്ലാം നല്ല രീതിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഒരു ഓഡിയോ ബോർഡ് സർവീസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും കമ്പോണൻസുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂ സെയിം തന്നെ ഇടുവാൻ ശ്രമിക്കുക. ഈ ബോർഡിൽ ചില കമ്പോണൻസുകൾ വാല്യൂ മാറിയാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ വാല്യൂ ചേഞ്ച് ആയിട്ടുള്ള കമ്പോണൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാവാം ഈ STK കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഈ STK ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമല്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ സ്പെയർ വാങ്ങുന്ന ഷോപ്പുകളിൽ ലഭ്യമല്ല എന്നാണ്. എല്ലായിടത്തെയും കാര്യം എനിക്കറിയില്ല. അതുകൊണ്ട് ഈ സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു നമ്പറിലുള്ള STK ആണ് നമ്മൾ ഈ ആംപ്ലിഫയറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിലവിലുള്ള STK പെർ ചാനൽ 70 വാട്ട് ഔട്ട്പുട്ടാണ് ലഭിക്കുന്നതെങ്കിൽ പുതിയ STK ഒരു ചാനൽ 100 വാട്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. നമുക്കിനി STK ചേഞ്ച് ചെയ്യണം. അതിനു മുമ്പ് വാല്യൂ മാറിയ റെസിസ്റ്ററുകളെല്ലാം മാറിയതിന് ശേഷം കപ്പാസിറ്റർ ചിലത് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. STK ചേഞ്ച് ചെയ്ത് ബോർഡുകൾ സെറ്റ് ചെയ്തതിന് ശേഷം സ്പീക്കർ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ യാതൊരുവിധ വോൾട്ടേജും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ട് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ STK ചേഞ്ച് ചെയ്തതിന് ശേഷം സ്പീക്കർ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് ഒന്നും ഔട്ട്പുട്ടിൽ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം സ്പീക്കർ കണക്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഔട്ട്പുട്ട് സെറ്റിന് ലഭിക്കുന്നുണ്ട്. നിലവിൽ USB ബോർഡ് കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ USB ബോർഡ് കണക്ട് ചെയ്താൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി ആ വർക്കിലോട്ടൊന്നും പോകുന്നില്ല. കവർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.